നമസ്കാരം. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ജോലിസ്ഥലത്തും സമൂഹത്തിലും പ്രത്യേകിച്ച് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലുമുള്ള നമ്മൾ ചെയ്യുന്ന പലതരം കാര്യങ്ങൾ, അവയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. നമുക്ക് വ്യക്തമായിട്ട് ഗ്രൂപ്പുകളിലോ ബോക്സസിലോ വേർതിരിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റിയതില്ല. എങ്കിൽ പോലും അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ അവയെ 4 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. ആദ്യത്തെ ഗ്രൂപ്പ് 1 ആർ ദ തിങ്സ് ദാറ്റ് വി എൻജോയ്. We do not consider them as a job, as a burden. ഓക്കെ, സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല. നമ്മളതിൽ സന്തോഷമുണ്ട്, നമ്മൾ സ്വാഭാവികമായിട്ട് തന്നെ ചെയ്യുന്നു. ഉദാഹരണമായിട്ട് നമ്മുടെ കുട്ടികളുടെ കൂടെ കളിക്കുക എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അത്തരൊരു കാര്യമായിട്ട് എടുക്കാം. അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സന്തോഷത്തോടെ ഒരു ജോലി ചെയ്യുന്നു എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി അല്ലാതെ തന്നെ സ്വാഭാവികമായിട്ട് ചെയ്യുകയും ആസ്വദിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് കുട്ടികളുടെ കൂടെ കളിക്കുക എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞേ, പലർക്കും പലതായിരിക്കാം. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് 2 എന്ന് വെച്ചാൽ അത് നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ജോലിയാണ്. നമ്മളിത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്തു എന്ന് വരില്ല. പക്ഷേ എന്നാലും അത് നമ്മുടെ കടമയായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നമ്മുടെ ജോലി നമുക്ക് ഗ്രൂപ്പ് 1 2 ആവാം. നമ്മുടെ ജോലി പാഷൻ എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ് 1. അതും നമ്മുടെ ജോലിയും ഒന്നാണെങ്കിൽ നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. നമുക്ക് നമ്മുടെ ജോലി ഒരിക്കലും ഒരു സ്ട്രെസ്സായിട്ട് തോന്നില്ല. നമ്മൾ നമ്മുടെ ജോലി ആസ്വദിക്കുന്നു. ഇവിടെ പാഷനെക്കുറിച്ചും ജോലിയെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 140 ആണ് നമ്പറെന്ന് തോന്നുന്നു. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിലും, എന്നാൽ നമ്മൾ അതിനെ വെറുക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ പോലും നമ്മളത് ചെയ്യണമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഗ്രൂപ്പ് 2, നമ്മുടെ ഡ്യൂട്ടി. ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് അടുക്കളപ്പണി അങ്ങനെ ഇതായിട്ട് എടുക്കാം. ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പല പല കാര്യങ്ങൾ നമുക്കത് ഇഷ്ടമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ആ പാർട്ട് ഓഫ് ലൈഫ്, സോ വി ഹാവ് ടു ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഗ്രൂപ്പ് 3 നമുക്ക് സമയം പറ്റിയാൽ നോക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഹോബീസ്, ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോലെ ഒരു യാത്രയൊക്കെ വേണമെങ്കിൽ സാധാരണഗതിയിൽ അതിൽ പെടുത്താം. അപ്പോൾ കുറേയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അബ്സല്യൂട്ട് ബോക്സസ് അല്ല എന്നുള്ളത് വീണ്ടും പറയുന്നു. എങ്കിലും അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയാണ്, നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് സമയം പറ്റിയാൽ ചെയ്യാം, പറ്റുന്ന പോലെ ചെയ്യാം. ചിലപ്പോൾ തിരക്കോ വേറെ കാര്യങ്ങളോ വരികയാണെങ്കിൽ, ഈ 1 or 2 ഉള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ വി ഗിവ് ദം പ്രയോറിറ്റി ഓവർ ഗ്രൂപ്പ് 3 അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ 4ാമത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയില്ല. ഗ്രൂപ്പ് 4 വി വോണ്ട് ടു. നമുക്ക് അതിനോട് ഇഷ്ടക്കേടുണ്ട്, അതിനോട് എതിർപ്പുണ്ട്. വി ഹേറ്റ് ദോസ് തിങ്സ്. നമ്മൾ ചെയ്യില്ല. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മദ്യപാനം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. മദ്യപാനം നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ ചെയ്യില്ല. അത് പ്രശ്നമുള്ള കാര്യമാണ്, നമ്മൾ ചെയ്യില്ല. നമ്മളത് എൻജോയ് ചെയ്തും ചെയ്യില്ല, ഡ്യൂട്ടിയാണെന്ന് വിചാരിച്ചും ചെയ്യില്ല, സമയം കിട്ടുമ്പോഴും ചെയ്യില്ല. അത് വേണ്ട എന്നൊരു വ്യക്തമായ തീരുമാനം എടുത്തിട്ടുള്ളതാണ് ഗ്രൂപ്പ് 4. അങ്ങനെ 4 കാര്യങ്ങൾ. ഇവയെക്കുറിച്ച് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നുമില്ല. ഇവയെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഈ കാര്യങ്ങളെ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്ക് ഹെൽത്തി ബോക്സസിൽ നമ്മുടെ വേണ്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ലൈഫ് വിൽ ബിക്കം സ്മൂത്തർ അല്ലേ. ഇതിൽ ഇടയ്ക്ക് പ്രമോഷനോ ഡീപ്രമോഷനോ ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ തുടക്കത്തിൽ ഗ്രൂപ്പ് 1 കാര്യങ്ങൾ പിന്നീട് ഗ്രൂപ്പ് 2 പോവാം, ഗ്രൂപ്പ് 3 പോവാം, ചിലപ്പോൾ ഈവൻ ഗ്രൂപ്പ് 4 വരെ പോവാം. അപ്പോൾ ഡീപ്രമോഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. പ്രമോഷൻ എന്ന് പറയുന്നത് സംഭവിക്കാറുണ്ട് തുടക്കത്തിൽ ഗ്രൂപ്പ് 3 2 കാര്യങ്ങൾ ചിലപ്പോൾ 1 വരാം. കാലക്രമേണ പരിചയം കൊണ്ടും എല്ലാം നമുക്ക് 1 വരാം. അപ്പോൾ പ്രൊമോഷൻ ആൻഡ് ഡീപ്രമോഷൻ, എസ്കലേഷൻ ആൻഡ് ഡീഎസ്കലേഷൻ, ബോത്ത് ഓഫ് ദീസ് തിങ്സ് ഹാപ്പൻ ഓവർ ടൈം അല്ലേ. ജീവിതം എന്നുള്ള കുറച്ചൊരു ലോങ് കാലഘട്ടമാണ്. അപ്പോൾ രണ്ടും സംഭവിക്കാം. ഇതിൽ തന്നെ കോൺഷ്യസ് ആയിട്ടും നോയിങ്ലി, അൺകോൺഷ്യസ് ആയിട്ടും അൺനോയിങ്ലി ഈ മാറ്റങ്ങൾ സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യും, ചില കാര്യങ്ങളെ ഡിമോട്ട് ചെയ്യും. അറിയാതെ സ്വാഭാവികമായിട്ട് ജീവിതത്തിൻ്റെ തിരക്കിനിടയിലും ഓട്ടത്തിനിടയിലും പലപ്പോഴും പല കാര്യങ്ങളും സംഭവിക്കാം. ഇവിടെ നമ്മൾ ഇടയ്ക്ക് നമുക്ക് സ്വയം സമയം കണ്ടെത്തി നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ടതാണ്. വി ഹാവ് ടു ഇൻട്രോസ്പെക്ട്, റിയലൈസ് ആൻഡ് മേക്ക് കോൺഷ്യസ് ഡെസിഷൻസ്. ഇതിൽ പ്രൊമോഷൻ ആണെങ്കിലും ഡീപ്രമോഷൻ ആണെങ്കിലും അവ കഴിയുന്നതും ഒരു കോൺഷ്യസ് ഡിസിഷനായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഡീപ്രമോഷൻ ക്യാൻ ബി പെയിൻഫുൾ. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ കൂടെ കളിക്കുന്നത് നമ്മളത് തുടക്കത്തിൽ നമ്മൾ എൻജോയ് ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു എന്ന് വയ്ക്കാം. പിന്നീട് പലപ്പോഴും പല തിരക്കുകൾ ഇടപെട്ട് നമ്മളത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യത്തിലേക്ക് ഗ്രൂപ്പ് 2 ഇതിനെ ഡിമോട്ട് ചെയ്യുന്നു. പിന്നെ അവസാനം ഗ്രൂപ്പ് 3 ബാക്കി എല്ലാ പണികളും കഴിഞ്ഞാൽ പറ്റിയാൽ ചെയ്യാം എന്ന രീതിയിൽ ഗ്രൂപ്പ് 3 നമ്മൾ ഡിമോട്ട് ചെയ്യുന്നുവെങ്കിൽ കുട്ടികൾക്കത് ബുദ്ധിമുട്ടുണ്ടാകും. അവർക്കത് എപ്പോഴും ഗ്രൂപ്പ് 1 ആയിട്ട് സന്തോഷത്തോടെ ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷേ പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന ലോകത്തെ തിരക്കുകൾക്കിടയിൽ നമുക്കത് പറ്റാറില്ല. അപ്പോൾ
ഡീപ്രമോഷൻ എസ്പെഷ്യലി അൺനോയിങ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ഡീപ്രമോഷൻ ക്യാൻ ബി പെയിൻഫുൾ ഫോർ അതേഴ്സ്. ഇത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഡിമോട്ട് ചെയ്യുന്നുണ്ടോ? മുമ്പ് നമ്മൾ കുട്ടികളുടെ കളിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു, ഇപ്പോൾ തിരക്കുകൾ കൊണ്ടോ അറിയാതെയോ അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ കുറച്ചും കൂടി ആയില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ പകരം ഫോൺ കൊടുത്തിട്ടോ എന്ത് കാരണം കൊണ്ടാണെങ്കിലും അത് താഴേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചിട്ട് അത് ശരിയല്ല എന്ന് കണ്ടാൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ കുട്ടികളോട് നമ്മൾ സംസാരിക്കേണ്ടതുമാണ്. നേരിട്ട് അങ്ങനെ ചോദിച്ചാൽ കുട്ടികൾ പറഞ്ഞൊന്നുമില്ല. അവരുടെ നമ്മുടെ പരിചയം കൊണ്ടും വർത്തമാനത്തിൽ നമുക്കത് അറിയാൻ കഴിയും. നമ്മൾ മുമ്പ് കുട്ടികളോട് സ്പെൻഡ് ചെയ്തിരുന്ന അത്രയും സമയം ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നില്ലേ? ആ കാര്യങ്ങളൊക്കെ ചിന്തനീയമാണ്. For that we have to be aware. We have to find time to introspect, to think about our daily routine. അല്ലേ, നമ്മുടെ the success or failure of our success or failure depends on our daily routine. ആരോ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മഹത് വ്യക്തിയാണ്, പേര് മറന്നുപോയി. അത് സത്യമാണ്. ആര് പറഞ്ഞു എന്നുള്ളതല്ല ആ വാക്കിന്. നമ്മുടെ വിജയം ഇൻഡിവിജ്വലായും കുടുംബപരമായും എല്ലാം നമ്മുടെ വിജയം ഈവൻ ജോലി സ്ഥലത്തും എവിടെയാണെങ്കിലും നമ്മുടെ ഡെയിലി റുട്ടീൻ ഒബ്സർവ് ചെയ്താൽ നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് കാണാൻ കഴിയും. സോ ഡീപ്രമോഷൻ എന്നുള്ളത് പലർക്കും വേദനാജനകമായിരിക്കും. അതൊരു സ്ലോ കില്ലറായിരിക്കും. സൈലൻറ്റ് റിപ്സ് അത് ഉണ്ടാക്കാം. എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞിരുന്ന കുട്ടികൾ ഈ ഡീപ്രമോഷൻ വരുമ്പോൾ അവർ കൂടുതൽ ഉൾവലിയാൻ സാധ്യതയുണ്ട്. അവർ വർത്തമാനം പറയാനായിട്ട് മറ്റ് സോഴ്സുകളെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. ആ സോഴ്സുകൾ എപ്പോഴും നല്ലതാവണമെന്നില്ല. അല്ല, ഇപ്പോൾ ഫ്രണ്ട്സ് ആവാം, പലതാവാം. നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഫൈൻ. പക്ഷേ അത് എപ്പോഴും ആവണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ മൊബൈൽ ഫോണിലേക്കായിരിക്കും അഭയം കണ്ടെത്തുന്നത്. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ AI ആയിരിക്കാം, ChatGPT, കുറേ ഇതുകളില്ല, അതിലേതെങ്കിലും ആയിരിക്കാം. അവ എപ്പോഴും നല്ലതാവണമെന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് നമ്മളെപ്പോഴും നല്ല കാര്യങ്ങളാണ് ചെയ്യാൻ ശ്രമിക്കുക. മിക്ക പാരൻസും ഇന്നത്തെ കാലമായതുകൊണ്ട് അതിനും എക്സെപ്ഷൻസ് ഉണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ പത്രത്തിൽ പലതും വായിക്കില്ല. എങ്കിലും ബൈ ആൻഡ് ലാർജ് നമ്മൾ നല്ല കാര്യങ്ങളാണ് ചെയ്യാൻ ശ്രമിക്കാറ്. അതേസമയം ഒരു മെഷീനെയോ അത്ര നല്ലതല്ലാത്തൊരു സുഹൃത്തുബന്ധത്തിലോ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. There we are leaving them to chance. അപ്പോൾ അതിനെ ചാൻസിന് വിടാതിരിക്കാം. പിന്നെ ഡീപ്രമോഷൻ ഡിക്രീസസ് മൊറാൽ, ക്രിയേറ്റ്സ് numbness, the life becomes mechanical, it halts progress, it may even lead to decay. നമ്മുടെ പുരോഗതിയെ തടയാം, ഡീക്കേയിലേക്ക് നയിക്കാം, മരവിപ്പ്, നംനെസ് ഉണ്ടാക്കാം, എല്ലാവരുടെയും ആ ഒരു മൊറാൽ ഡിക്രീസ് ആവാൻ ഇടവരാം. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ കോൺഷ്യസ് പ്രൊമോഷനാണ് എപ്പോഴും ചെയ്യേണ്ടത്. പ്രിയവും ഹിതവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ പ്രിയവും ഹിതവുമായിട്ടുള്ള കാര്യങ്ങൾ, ഹിതകരമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും രണ്ടും ഡീപ്രമോട്ട് ചെയ്യരുത്. ഹിതകരമായിട്ടുള്ള കാര്യങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ ഡീപ്രമോട്ട് ചെയ്യാതിരിക്കുക. ഇത് ഇത്ര പ്രധാനമാണോ എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിലില്ലേ. ഇപ്പോൾ യാത്രകളുടെ കാര്യം എടുക്കാം. നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ കുടുംബജീവിതം തന്നെ തുടക്കത്തിൽ നമ്മൾ യാത്ര ചെയ്യാനും എല്ലാത്തിനും ഒരുമിച്ച് സമയം ചിലവഴിക്കാനും അല്ലെങ്കിൽ പുറത്ത് പോയി ചായ കുടിക്കാനും എന്തെങ്കിലും ആവട്ടെ സമയം കണ്ടെത്തിയിരുന്നു. പിന്നീട് നമ്മൾ തിരക്കുകളിലേക്ക് ആയി കഴിയുമ്പോൾ നമുക്കിതിനൊന്നും സമയമില്ലാതാവും. നമ്മൾ വളരെ ബിസി ആകുന്നു. അപ്പോൾ അത് ആ ഒരു ബോണ്ടിങ്ങിന് കുറവ് വരികയും സംസാരിക്കാനുള്ള സമയം കുറവ് വരികയും ജീവിതം യാന്ത്രികമാവുകയും പല കാര്യങ്ങളും പരസ്പരം സംസാരിക്കാതാവുകയും വി ബിക്കം പാർട്ട് ഓഫ് ദ ബിഗ് റാറ്റ് റേസ് ദാറ്റ് ഈസ് ഗോയിങ് അറൗണ്ട് അസ്. നമ്മൾ പോലും അറിയാതെ ആ ഒരു വലിയ നിർത്താതെയുള്ള കൂട്ടയോട്ടത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുകയാണ്. എവിടെയാണ് നമുക്ക് സമയം നഷ്ടപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലേ? എസ്പെഷ്യലി ഇതിൽ ആ ഗ്രൂപ്പ് 3യിലേക്കാണ് പലപ്പോഴും നമ്മളെ കാര്യങ്ങൾ പോവാറ്. കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഒന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുക, അന്നത്തെ കാര്യങ്ങൾ പറയുക, കുട്ടികളുടെ കാര്യങ്ങൾ കേൾക്കുക. അങ്ങനെ ഐഡിയലി ഗ്രൂപ്പ് 1ലായിട്ടും അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗ്രൂപ്പ് 2ൻ്റെ ഭാഗമായിട്ടെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ വലിയ തിരക്കിൽപ്പെട്ടും നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടും ഗ്രൂപ്പ് 3യിലേക്ക് പോകുന്ന സിനാരിയോ ആണ് പലപ്പോഴും ഉണ്ടാവാറ്. ഇതിൽ ഏത് ഗ്രൂപ്പിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെങ്കിലും 1ലും 2ലും പോകേണ്ട കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം 3യിലേക്ക് പോവുകയും അത് യാന്ത്രികമായി പോവുകയും പിന്നെ പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണാറ്. തിരക്ക് ഈ വലിയ തിരക്കിനിടയ്ക്ക് നമ്മൾ പലതും മിസ്സാകുന്നു. അപ്പോൾ ഈ തിരക്കുകളെ ശ്രദ്ധിക്കുക. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാ തിരക്കുകൾക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. ജീവിതമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നമുക്ക് എല്ലാം വേണം, ഒന്നും നമ്മൾ കളയേണ്ടതില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ ജീവിക്കാൻ മറന്നു പോകാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ആലോചിക്കുക, നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഏതൊക്കെയാണ് ഈ ഗ്രൂപ്പ് 1, 2, 3, 4 വരുന്ന കാര്യങ്ങൾ. അതിൽ തന്നെ സബ് കോൺഷ്യസ് ഡീപ്രമോഷൻ സംഭവിക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും ജോലിസ്ഥലത്തെ ജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും ബാധിക്കുന്നുണ്ടോ? തെറ്റായ രീതിയിൽ ബാധിക്കുന്നുണ്ടോ? ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇൻ്റർവെയിൻ ചെയ്യാനുള്ള സമയം നൗ ഈസ് ദ ബെസ്റ്റ് ടൈം. ലേറ്റ് ആവുന്നതിന് മുമ്പ് അതിൽ ഇൻ്റർവെയിൻ ചെയ്യുക. ഡീപ്രമോട്ട് ചെയ്ത കാര്യങ്ങളെ വീണ്ടും കോൺഷ്യസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുക. സ്റ്റേ ഹെൽത്തി. പ്രോപ്പറായിട്ടുള്ള ഗ്രൂപ്പ്സിൽ കഴിവതും ഇതൊക്കെ വരാൻ നോക്കുക. ഇൻഡിവിജ്വലായ ഡിഫറൻസസിനെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് ഓപ്ഷൻസ് കുറവാണ്. ഇപ്പോൾ കുട്ടികളോട് സമയം ചിലവഴിക്കുക എന്നുള്ളത് റിഗാർഡ്ലെസ് ഓഫ് ഓൾ ദ ഡിഫറൻസസ് വി ഹാവ് ടു ഫൈൻഡ് സം ടൈം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലേ. ഇപ്പോൾ കുടുംബം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അതൊക്കെ വേണ്ട കാര്യങ്ങളാണ്. അതിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമുക്ക് ടാഞ്ചിബിളായി എടുത്ത് കാണിക്കാവുന്ന റിസൾട്ട് എപ്പോഴും ഒറ്റയടിക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ അങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം ദേ ബിക്കം വെരി വെരി യൂസ്ഫുൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആലോചിക്കുക, സ്വന്തം ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ കാര്യങ്ങൾ ആലോചിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ, നിങ്ങൾക്ക് യോജിപ്പാണോ വിയോജിപ്പാണോ എന്നുള്ളത്. താങ്ക് യു.